നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു കാലമായി വീഡിയോ ചെയ്തിട്ട് ചില തിരക്കുകൾ കാരണം ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഒരു ഗ്രൂപ്പിൽ. എന്നിട്ട് ഇതിന് പ്രതികരണം പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് സണ്ണി കപ്പിക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണ്. ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ചന്ദനഗന്ധം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് അയാളുടെ വായിൽ നിന്ന് എന്താണ് വീഴുക എന്നുള്ളത് നമുക്കറിയാമായിരുന്നുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ടും ആരും മറുപടി ഇതിന് പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ തോന്നി, മറുപടി പ്രതീക്ഷിച്ചിട്ടാണല്ലോ അയാൾ ചോദ്യം ഇട്ടത്. അപ്പോൾ പിന്നെ ഒന്ന് കേൾക്കാൻ തീരുമാനിച്ചു. അപ്പം അതിൽ പറയുന്നത്, ജയ് ശ്രീറാം വിളിക്കാതെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കണം. അല്ലെങ്കിൽ എല്ലാവരും ജയ് ശ്രീറാം വിളിച്ചിട്ടാണോ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ലോ. ഹിന്ദുക്കൾ പോലും വിളിക്കുന്നില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വിളിക്കും എന്നല്ലാതെ വേറൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഈ ജയ് ശ്രീറാം എന്നുള്ളത്, ഈ ശ്രീറാം എന്നുള്ള ഏത് ഭാഷയാണ്? സംസ്കൃതമോ മലയാളമോ അല്ല, അത് ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഭാഷയിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും. സംസ്കൃതത്തിലാണെങ്കിൽ ജയരാമ എന്നാണ്, അല്ലെങ്കിൽ ജയരാമ എന്നുള്ളതാണ്. മാത്രവുമല്ല, രാമനും ഈ മന്ത്രവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. രാമമന്ത്രം എന്ന് പറയുന്നത് 2 മന്ത്രങ്ങളുടെ ബീജാക്ഷരമാണ്. നാരായണ, നരനെ അയണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ നാരത്തിൽ കുടികൊള്ളുന്നവൻ എന്നൊക്കെ അർത്ഥം. അതിൽ രാ ഇങ്ങോട്ട് എടുത്തു മാറ്റിയാൽ നായണ, ആ അർത്ഥം കിട്ടില്ല. അപ്പോൾ നാരായണ മന്ത്രത്തിലെ ബീജം രാ ആണ്. നമശിവായ, മംഗളകാരകനായിക്കൊണ്ട് നമസ്കാരം. ഈ മാ എടുത്തു മാറ്റിയ ന ശിവായ എന്നാ പറയുക. അപ്പോൾ ശൈവമന്ത്രത്തിൻ്റെ ബീജം മാ ആണ്. അപ്പോൾ ഹരിയുടെ മന്ത്രം നാരായണ, അതിൻ്റെ ബീജം രാ. ഹരൻ്റെ മന്ത്രം നമശിവായ, അതിൻ്റെ ബീജം മ. ഹരിഹര ബീജം രാമ. ഇതാണ് രാമമന്ത്രം. ഇതാണ് സാധാരണ ഹൈന്ദവർ ഉച്ചരിക്കുന്നത്. അതിൻ്റെ പ്രതീകമായിട്ട് സാക്ഷാൽ അവതാര പുരുഷനായ രാമനെ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രം. അതാണ്. അത് വിളിക്കാത്തവർ ധാരാളമുണ്ട്. ഏത് സമയത്തും അത് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതല്ല. അപ്പോൾ അതൊന്ന്. പിന്നെ പറയുന്നു, സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ഇന്ത്യക്കാർ ജയ് വിളിച്ചോളണമെന്ന് പറയുന്ന ആ കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. സീതയ്ക്ക് വേണ്ടാത്ത രാമനെ എന്നാര് പറഞ്ഞു? സീതയ്ക്ക് രാമനെ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? സീത പറഞ്ഞു. ഇന്ത്യക്കാർ ജയ് വിളിച്ചോളണമെന്ന് പറയുന്ന എന്നാരെങ്കിലും പറഞ്ഞു? ഇന്ത്യക്കാർ മുഴുവൻ ജയ് വിളിക്കണം എന്നാരെങ്കിലും പറഞ്ഞു? വെറുതെ ഇല്ലാത്ത കാര്യം കുത്തിപ്പൊക്കി സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക, അതാണ് ഇവൻ്റെയൊക്കെ ജോലി. ആ കുശാഗ്ര ബുദ്ധിയുണ്ടല്ലോ, അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അസലായി. ഇയാളിപ്പോഴും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് എന്നാണ് കരുതിയിരിക്കുന്നത്. അതിൽ വൃത്തിയൊന്നുമില്ല. സ്വയം ഒരർത്ഥം കൽപ്പിച്ചിട്ട് അതിലൂടെ കാര്യങ്ങളെ വിലയിരുത്തുക. ഇത് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും കലഹം ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളിൽ ചിലതാണിത്. ഇന്ത്യക്കാർ ജയ് വിളിച്ചോളണമെന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധി ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്, ഈ ബ്രാഹ്മണ്യവും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്ക് മനസ്സിലായില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ യോഗസ്തപോ ദമം ദാനം സത്യം ശൗചം ദയാ ശ്രുതം വിദ്യ വിജ്ഞാനമാസ്തിക്യമേ തദ് ബ്രാഹ്മണ ലക്ഷണ. 10 ലക്ഷണങ്ങളാണുള്ളത്. യോഗം, തപസ്, ദമം, യോഗസ്തപോ ദമം, ദാനം, സത്യം, ശൗചം, ദയ, ശ്രുതം, വിദ്യ, വിജ്ഞാനം. ഈ 10 ഗുണങ്ങൾ ആർക്കുണ്ടെങ്കിലും അവൻ ബ്രാഹ്മണനാണ്. അതൊരു സ്റ്റേജാണ്.
അല്ലെങ്കിൽ ഒരു ഡിഗ്രിയാണത്, ഒരവസ്ഥയാണത്. ഈ അവസ്ഥയിലേക്ക് ആർക്ക് വേണമെങ്കിൽ എത്താം. ആ ബ്രാഹ്മണൻ രാമൻ നമ്പൂതിരിയാകാം, രാമൻ നായരാകാം, രാമൻ എഴുത്തച്ഛനാകാം, രാമൻ ഈഴവനാവാം, ആര് വേണമെങ്കിലും ആകാം. മാത്രവുമല്ല മറ്റു മതക്കാർക്കും ആകാം ഈ 10 ഗുണങ്ങൾ സിദ്ധിക്കുകയാണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്താ പറയുക, തോന്നിവാസം പറയുക, അയാളിതൊന്നും വായിച്ചിട്ടില്ല എന്ന്. വായിച്ചാൽ മാത്രം പോരാ, ഒരു നോവൽ വായിക്കുന്ന ഭാവത്തോടുകൂടി ഇതിഹാസ പുരാണങ്ങളെ സമീപിച്ച് എങ്ങനെ ഇരിക്കും? മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണ്യ മേധാവികൾ പറയുന്ന പോലെ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാട് മാത്രമല്ല, ശ്രീ ബുദ്ധൻ്റെ നാട് കൂടിയാണ്. ബെസ്റ്റ്. ഈ ബുദ്ധൻ ആരാണ്? ബുദ്ധൻ കുലം നോക്കാച്ചെങ്കിൽ ക്ഷത്രിയനാണ്. ആ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. 6 4 10 എന്ന് പറഞ്ഞതിന് പകരം 8 2 10 എന്ന് പറഞ്ഞു. സംഗതി 10 തന്നെയാണ് അവസാനം കിട്ടുന്നത്. ബുദ്ധൻ്റെ വചനങ്ങൾ ഓരോന്നെടുത്താലും വേദത്തിൽ നിന്നുള്ളത് തന്നെയാണത്. പക്ഷെ ഞാൻ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. നമുക്ക് നോക്കി അറിയാം. ഇതിഹാസങ്ങളുടെയും നാട് മാത്രമല്ല, ശ്രീ ബുദ്ധൻ്റെ നാട് കൂടിയാണ്. ഇവർ അംഗീകരിക്കണം. ആരാണ് അംഗീകരിക്കാത്തത്? അഭിമാനത്തോടു കൂടിയല്ലേ പറയുന്നത് ബുദ്ധൻ ഈ നാട്ടുകാരനാണ് എന്നുള്ളത്, അല്ലേ? പ്രത്യേകിച്ച് ഹൈന്ദവർ. കാരണം എന്താണ്? അത് ശ്രീരാമൻ്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ്. സൂര്യവംശം. ആ വംശത്തിൽ ഇക്ഷാകു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായി. അതിനുശേഷം ഇക്ഷാകു വംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൽ രഘു എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായി. അതിനുശേഷം രഘുവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കാലത്ത് ശ്രീരാമനൊക്കെ. പിന്നെ സാക്യസിംഹൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായി. അതിനുശേഷം സാക്യവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സമയത്ത് സിദ്ധാർത്ഥനൊക്കെ ജനിച്ചത് ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധൻ ഭാരതീയനാണ് എന്ന് പറയുന്ന അഭിമാനമേ ഉള്ളൂ. ഇയാൾക്കതില്ല എന്ന് കരുതിയിട്ട് ബുദ്ധനും ജൈനനും മാത്രമല്ല എല്ലാവരും, ഇവിടെയുള്ള പ്രവാചക തുല്യരായിട്ടുള്ള എല്ലാവരും ഭാരതീയർ തന്നെയാണ്. അത് ഇവനെപ്പോലുള്ളവരാണ് അംഗീകരിക്കാത്തത്. ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഇവിടെ ഉള്ളവരൊക്കെ ഭാരതീയർ തന്നെയാണ് എന്നുള്ളത്. ഏറ്റവും ഹീനമായ പാരമ്പര്യമാണ് രാമനുള്ളത്. അത് ഏത് രാമന്? അയാൾ അയൽവക്കത്തെ രാമനോ? ഹീനമായ പാരമ്പര്യമോ? എന്താ ഹീനത്വം? ഇയാൾ രാമായണം വായിച്ചിട്ടുണ്ടോ? വാൽമീകി രാമായണവും വായിച്ചിട്ടില്ല, അധ്യാത്മരാമായണവും വായിച്ചിട്ടില്ല. വായിച്ചാൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചേരണം. എന്നാലേ രാമായണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പണ്ഡിതന്മാർക്ക് പോലും രാമായണത്തിലെ യഥാർത്ഥ ആശയം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നോട് ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം 10-40 വർഷം അതിൻ്റെ പിന്നാലെ നടക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് രാമൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ പലതും സിംബോളിക് കഥയാണ്, അല്ലാതെ വാക്യാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല. അപ്പോൾ അതിൽ സംഭവിച്ചതേത്, സംഭവിക്കാത്തതേത്, സംഭവിക്കാവുന്നതേത്, കൽപ്പിതമേത്, ആരോപിതമേത് എന്ന് വേർതിരിച്ചറിയാം. ഇങ്ങനെ 5 തരത്തിലുള്ള സംഭവങ്ങളാണ് അതിലുള്ളത്. ഇതിഹാസ പുരാണങ്ങളിലൊക്കെ അത് സംഭവിച്ചതിനെ മാത്രമാണ് ചരിത്രം എന്ന് പറയുന്നത്. ബാക്കി സംഭവിക്കാവുന്നതും ചരിത്രത്തിലേക്ക് പിൽക്കാലത്ത് പ്രവേശിക്കാം. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കൽപ്പിതവും ആരോപിതവും സംഭവിക്കാത്തതും തത്വങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സാധാരണ നോവലോ മറ്റേതെങ്കിലും കൃതികളോ വായിക്കുന്ന ലാഘവത്തോടെ അതിനെ വിമർശിക്കുന്ന രീതിയിൽ ഈ ഇതിഹാസ പുരാണങ്ങളെ നോക്കാൻ പറ്റില്ല. മാത്രവുമല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന രൂപത്തിലാണ് പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂതകാലമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ രചനാ ശൈലിയും എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ എഴുതിയതെന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പരാജയപ്പെടും. ഇവൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല. ഹൈന്ദവർ ആരാധിച്ചു വരുന്ന രാമനെയും രാമായണത്തെയും ഇകഴ്ത്തുക, മറ്റുള്ളവരുടെ മുന്നിൽ അവരെ പരിഹാസ്യരാക്കുക എന്നൊരു ഉദ്ദേശം അല്ലാതെ വേറൊന്നും ഈ വിദ്വാനില്ല. ഇതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.